അൻഹുവിനെ കുറിച്ച്. അങ്ങ് മദീന പള്ളിയുടെ പണി നടക്കുന്ന സമയത്ത് എല്ലാ ജനങ്ങളും ഒരു കല്ലുമായി വരികയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ മാത്രം, യുവത്വത്തിന്റെ സുറുസുറുക്കുള്ള അമ്മാർ തങ്ങൾ മാത്രം 2 ചുമലിലും 2 കല്ലുമായി വരികയാണ്. അത് കണ്ടുകൂടി നിന്ന ജനങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അല്ലയോ അമ്മാർ തങ്ങളെ, അങ്ങതിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? ഇത് കേട്ട് അമ്മാർ തങ്ങൾ അവൾക്ക് നൽകിയൊരു മറുപടിയുണ്ട്. ഞങ്ങൾ യുവാക്കളാണ്, നിങ്ങൾ വൃദ്ധരാണ്, ഞങ്ങളാണ് ഈ സമൂഹത്തിന്റെ, ഈ ഉമ്മത്തിന്റെ പ്രതീക്ഷണങ്ങളാണ്. സമൂഹത്തിന്റെ ഉത്ബോധനത്തിന് വേണ്ടി കടന്നു വന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം യുവാവായിരുന്നല്ലോ. എല്ലാവരും തെറ്റിന്റെ ഭാഗത്ത് നിന്നപ്പോൾ നന്മയുടെ ഭാഗത്ത് നിന്ന അസ്ഹാബുൽ കഹ്ഫ് യുവാക്കളായിരുന്നുവല്ലോ. ഇന്നകും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. ഒരു ശാസ്ത്രം പറയുന്നത് അവന്റെ യുവത്വം എന്നാൽ അവന്റെ 20-ാം വയസ്സ് മുതൽ 40-ാം വയസ്സ് വരെയാണ്. നമുക്കെല്ലാം അഭിമാനിക്കാൻ പറ്റുന്ന അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നബുവത്ത് കിട്ടിയത് 40-ാം വയസ്സിലായിരുന്നുവല്ലോ. മാ ബഅസല്ലാഹു നബിയൻ ഇല്ലാ ശബ്ബാ. അതുതാ എനിക്ക് പറയാനുള്ളത്, നാം ഈ സമൂഹത്തിന് എങ്ങനെ പ്രതീക്ഷ നൽകണമെന്നാണ് ആദ്യമായി ചിന്തിക്കേണ്ടത്. അതിനുവേണ്ടി നാം തന്നെ ഈ സമൂഹത്തിന് റോൾ മോഡലായി മാറുക. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതൻ ഹസനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശേഷിപ്പിച്ച് പറഞ്ഞത് ഈ സമൂഹത്തിന് റോൾ മോഡലാണെന്നാണല്ലോ. അതുപോലെ നാമും ഈ സമൂഹത്തിന് റോൾ മോഡലായി മാറുക. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത് അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഈ സമൂഹത്തിന്റെ ജീവനാണ്, കാവലാളുകളാണ്. ഇതിന്റെ പുരോഗതിക്ക് വേണ്ടി നാം പ്രയത്നിക്കുക. മൂന്നാമതായി എനിക്ക് പറയാനുള്ളത് നമ്മുടെ ആത്മീയ സംഘടനകളുടെ SKSSFന്റെ സമസ്തയുടെ പ്രവർത്തകരാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലയോ യുവത്വമേ, നിങ്ങൾ ഈ സമൂഹത്തിന്റെ കാവലാളുകളാവുക, പ്രതീക്ഷയാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും. നെക്സ്റ്റ് കോൾ